너의 맘속에 닿게 문을 열고 들어가면 이곳이 기다릴 거야. 믿어도 괜찮아. 널 위로해줄 magic shot. രാമേഘം പോൽ വിൺതാരം പോൽ നീ എന്തേ അകലെ നിൽപ്പൂ. കാതരേ നിൻ ചുണ്ടിലെ സന്ധ്യയിൽ അലിഞ്ഞിടാം പിരിയും ചന്ദ്രലേഖ എന്തിനോ. സ്ഥലത്തി വാ ഇറങ്ങ്. കുട്ടി അകത്തേക്ക് വാ, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം. ഹാ ഉണ്ണി വന്നോ? എന്താ അവിടെ നിക്കണേ? അകത്തേക്ക് വരിക. മുത്തശ്ശൻ എന്താ കുട്ടി എങ്ങനെ നോക്കണേ? മുത്തശ്ശ, ഞാനിവിടുത്തെ ചൈത്രമ്മയുടെ മോനാ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇവിടെ കാലൂത്തിയേ? അമ്മേ. ഉണ്ണി എന്താണ് ഇങ്ങനെ നിക്കണേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഒന്നുമില്ല. ഇപ്പൊ വല്ല സത്യം വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ രണ്ടെണ്ണം കിട്ടിയേനെ. ആ മിത്രേ, ഉണ്ണിക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്ക്. ഈ അഭിയേട്ടനെ ഉണ്ടല്ലോ, നല്ലൊരു പാട്ടാ മിസ്സായത്. കഴിഞ്ഞു കാണോ എന്തോ. ആ ആദി, നിന്റെ കോളേജിൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ട് അപ്പുറത്ത്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നിനക്കറിയോ അവനെ? ആ ചെറിയൊരു പരിചയം ഉണ്ട് അച്ഛാ. എന്നാ നീ എന്റെ കൂടെ വാ. ഓ ദാ വരണു. ചെറുപ്പത്തില് അച്ഛന്റെ കൂടെ കുട്ടി വന്നത് ഓർക്കണ്ടോ ഇവിടെ? ഇല്ല, അമ്മ പറഞ്ഞ കേട്ട പരിചയമുള്ളൂ. അമ്മയോ? അമ്മയല്ല, അച്ഛൻ. അച്ഛൻ. ആദി, ഇതാ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണൻ? ആദി, നിനക്ക് ഉണ്ണി ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ആദി കണ്ടിട്ടുണ്ടോ നീ? ഇല്ല അച്ഛാ, ഞാൻ കണ്ടിട്ടില്ല. ആണോ? രണ്ടാളും ഒരു കോളേജിലായോണ്ട് ഞാൻ വിചാരിച്ചു അറിയുന്നു. അച്ഛാ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വായോ. ആ ഉണ്ണി വരിക. ആര്യം ചേട്ടാ. ആദി, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ആരും ഒരു വാക്ക് കൊണ്ടുപോലും നോവിക്കാത്ത ആര്യം ചേട്ടൻ എങ്ങനെയാ ഒരു കുടുംബത്തെ മുഴുവൻ ചതിക്കാൻ പറ്റണേ? ആദി, തെറ്റുധരിക്കരുത്. അറിഞ്ഞോണ്ടല്ല, ഒരിക്കലും കാണാൻ കഴിയാത്ത അമ്മയുടെ കൊട്ടാരവും മുത്തശ്ശനെയൊക്കെ കാണാനുള്ള കൊതി കൊണ്ടാ. ക്ഷമിക്കണം, നാളെ രാവിലെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ആര്യം ചേട്ടാ, ചേട്ടൻ ചൈത്രമ്മയുടെ മകനാണ്. അമ്മ എപ്പോഴും പറയാണ്ടായിരുന്നു എനിക്ക് ഒരു ചേട്ടൻ കൂടി ഉണ്ടെന്ന്. എന്നാ കണ്ടാ കൊല്ലാൻ നിൽക്കണ കുടുംബങ്ങൾ എങ്ങനെയാ? ഇനി ആര്യം ചേട്ടൻ എങ്ങോട്ടും പോകുന്നില്ല, പക്ഷെ സൂക്ഷിക്കണം. അല്ല അതിരിക്കട്ടെ, പൂജക്കല്ലേ ഇവിടെ വന്നേ? ചേട്ടന് പൂജയൊക്കെ ചെയ്യാനറിയോ? പൂജ പോയിട്ട് പൂജന്റെ പാ പോലും എനിക്കറിയില്ല. ബെസ്റ്റ്. തൽക്കാലം പൂജാ പുസ്തകം ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരാം. ആദി, നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നേ? അയ്യോ, കുഞ്ഞിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ശരി ആര്യം ചേട്ടാ, പിന്നെ വരാം. അല്ല വിച്ചു ഇവിടെ? എന്റെ ഏട്ടാ, പേരിന് മാത്രമേ അത് ഇവിടെ ഉണ്ടാവൂ. എവിടെയെങ്കിലും തെണ്ടി നടക്കുന്നുണ്ടാവും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എവിടുന്ന് ഇത് കേക്കണേ? ആ സൈഡാന്ന് തോന്നണു. ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ശരിയാക്കി തരാ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നു. പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ഉലയുന്നുണ്ടെന്നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം ഇനി
അതെ, ശ്ശെ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. എന്നാലും എന്റെ നെഞ്ച്. പാട്ട് കഴിഞ്ഞ് വേഗം വാ, നടന്നു വാ. എന്റെ ആരനേട്ട എന്തിനാ കുഞ്ഞേച്ചേറ്റ് ഉടക്കാൻ പോയേ? അയ്യേ, അങ്ങനെയല്ല. ആ കുട്ടി ആദ്യം പല്ലവി പാടിയത് ശരിയായിരുന്നു, പക്ഷെ ലാസ്റ്റത്തെ ഈടം തെറ്റായി. അപ്പൊ ഞാൻ പാടിയേ ഉള്ളൂ. ഓ, പറ്റിയത് പറ്റി. ഒന്ന് ഏട്ടൻ ചെന്ന് സോറി പറഞ്ഞേ. എന്തിന്? തെറ്റി പാടിയതും പോയിട്ട് ഞാൻ പാട്ട് തിരുത്തി കൊടുത്തിട്ട് എന്നെ നോക്കിട്ട് എന്ന് പറഞ്ഞൊരു പോക്ക. ഓ, കുഞ്ഞേച്ചി ആകെ ദേഷ്യത്തില്ല. എല്ലെങ്കിലും മുത്തശ്ശനല്ല തമാശ. പൂജ ചെയ്യാൻ വന്നാ പൂജ ചെയ്തിട്ട് പോണം, അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എല്ലാം മുത്തശ്ശ, ഇവളെന്തിനീ ഓർഞ്ഞു തുള്ളണേ? രാധുമോളെ, നമ്മൾ ഉണ്ണിക്കൊരു അബദ്ധം പറ്റിയതല്ലേ, വിട്ടുകള മോളെ. ഉണ്ണിയാ? ഏതുണ്ണി? അതൊക്കെ അറിയണ്ടിക്കല്ലേ എന്റെ മോനെപ്പെങ്കിലും കുടുംബത്തിൽ കയറണം. എപ്പോഴെങ്കിലും കേറിയിട്ടുണ്ടോ നീ? രാവും പകൽ ഒരുപോലെ തെണ്ടി നടക്കുക. ഓ, ഹലോ, വല്ലാണ്ടങ്ങ് പുച്ചിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബിസിനസ്മാൻ ആണ്. അതെ സാർ, നിങ്ങൾ എനിക്കൊരു 100 രൂപ തന്ന് സഹായിക്കൂ. അതിനുശേഷം എല്ലാ കൊല്ലവും നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഞാൻ 100 രൂപ ഇട്ട് തരുന്നതായിരിക്കും. അയ്യേ, പറയുന്നങ്ങ് ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് ഒന്നല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്നൊരു ജോലി എനിക്കുണ്ട്. അല്ല, ഇവിടെ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾക്കുള്ളത് ഞാൻ പിന്നെ തരാം. ഇവിടെ ഇതല്ലല്ലോ പ്രശ്നം. എന്റെ രാധുമോളെ പറയാൻ അവൻ ആരാ? ഞാൻ ആരെയും പറഞ്ഞതും പഠിപ്പിച്ചതൊന്നുമല്ല, തെറ്റായി പാടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. സോറി. ഓഹോ, നീ എല്ലാരും അങ്ങനെ പഠിപ്പിക്കോ? കൊണ്ടാരക്കാലിന് വരാൻ കണ്ട സമയം ഇവനൊക്കെ കൊളാക്കൂലിപ്പോ. എടാ നീ ഉണ്ണികൃഷ്ണൻ, നമ്മളെ കോളേജിലെ ഉണ്ണിയേട്ടൻ. ആ ആ ഉണ്ണി. ആ ആ ഒരു ഉണ്ണി. നിർത്ത, മതി. രാധുമോളെ, ഉണ്ണി തെറ്റിന് ക്ഷമ പറഞ്ഞില്ലേ? ക്ഷമ പറഞ്ഞൊരാൾക്ക് മാപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. മതി, എല്ലാരും പൊക്കോളാ. ഒരബദ്ധം. ഞാൻ പോന്ന്. ഉണ്ണികൃഷ്ണ, ഓ ഇങ്ങോട്ട് വരിക, ഒന്ന് പരിചയപ്പെടണ്ടേ? നിക്ക്, നീയാണല്ലേ ഉണ്ണികൃഷ്ണൻ? ഇപ്പൊന്നും വേറെ ഒരു പണിയില്ലട ചെക്ക. ഒരു പൂജ പകയും വിദ്വേഷം കൊണ്ട് നടക്കുന്നവരിൽ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒക്കെ തീരുന്ന സമയം വന്നാലോ? നമുക്ക് കാത്തിരിക്കാം. കാത്തിരിക്കാം. തീർന്നില്ലേ? ഇനി ഇങ്ങോട്ട് വരിക. അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ. കണ്ണേട്ടാ വാ, സമയം വൈകി. ആ, ബെസ്റ്റ്. കണി തന്നെ ഇതിനാണല്ലോ പഠിച്ചോനെ. ഒന്ന് അടങ്ങടി, ഞാനിതാ വരുവാ. ആദ്യമായിട്ടാ ഒരുങ്ങിയത്. എന്റെ കണ്ണൻ എന്നെ കാത്തിരിക്കുക. അവള് തുടങ്ങി കണ്ണം പുരാണം. വാ, ഇറങ്ങാം. അല്ല, ആദ്യം ഇവിടെ. ആദ്യം വരുന്നില്ല. വാ, നമുക്ക് പോവാം. അമ്പലം എന്നൊക്കെ പറയുമ്പോ ചാടിത്തുള്ളി വരുന്നോളെ എന്തിന്ന് വരാത്തെ? പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടാ, നിങ്ങൾ പോയിട്ട് വാ. എന്നാ ശരി. എല്ലാതി ഇനിയുണ്ടോ ഈ കൊട്ടാരത്തിന് ഞാൻ പരിചയപ്പെടാൻ ആൾക്കാര്? ഇനി ആരാ? അല്ല, അപ്പൊ അവള് പറഞ്ഞില്ലേ കണ്ണൻ വെയിറ്റിംഗിലാണെന്ന്? അങ്ങനെ പറഞ്ഞോ? എന്റെ ആര്യ അല്ല ഉണ്ണിയേട്ടാ. പുള്ളിക്കാരി ഉദ്ദേശിച്ചതേ ഭഗവാനെയാ, ശ്രീകൃഷ്ണനെ. ഓഹോ, ഞാൻ കരുതി. ചേട്ടനെ പറഞ്ഞ കാര്യമില്ല. അതിന് കണ്ണനോട് ഭ്രാന്ത. എന്താന്നറിയില്ല, കുഞ്ഞേച്ചിക്ക് കണ്ണൻ വെച്ച ജീവന. പുള്ളിക്കാരത്തെ കുറിച്ച് എന്തൊക്കെയോ അറിയാനിരിക്കണ പോലെ. എന്റെ കണ്ണ, അമ്മനെ കൂടെ പെട്ടെന്ന് പുറകെ ഒന്ന് പാടിയപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. പക്ഷെ സത്യം പറയാലോ, എന്ത് രസമായിട്ടാ പാടണേ. പക്ഷെ അഹങ്കാരം ഇത്രയൊന്നുമല്ല. നല്ല ആളോടെ ഞാനിത് പറയാൻ വന്നേ. ചിരിക്കണ കണ്ടില്ലേ കള്ളക്കണ്ണൻ. എന്ത് ശ്ലോകം ഇത്? ഇതെങ്ങനെ വായിക്കാ? ചിത്രമായി ഞാൻ വന്നു. ആഹാ, എന്റെ കുഞ്ഞ് വന്നോ? ഇനി ആരാണോ പുതിയ അതിഥി? ഭഗവാനെ, മണിയറയിലോട്ട് ഓരോരോ ആൾക്കാരായി വരികയാണല്ലോ. ഞാനിതാ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. അല്ലമ്മ, ഈ രാധു
ഇപ്പൊ അങ്ങ് അമ്പലത്തിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. മോള് വാ. ഇതാര്? അണിമംഗലത്തെ യവനിക തമ്പുരാട്ടിയോ? എന്തേ പിടിച്ചില്ലേ? മിനിഞ്ഞാന്ന് രാത്രി ആരോടൊക്കെയോ വഴക്കിട്ട് പോന്ന കണ്ടു. ഇങ്ങോട്ട് വരില്ലെന്നോ ഉപേക്ഷിക്കാന്നോ എന്തൊക്കെയോ പറഞ്ഞു. ഈ മുത്തശ്ശൻ അവിടെ പോയി കിടക്ക. മുത്തശ്ശ, അല്ലാതെ അതാരാ? അത് നമ്മളെ യമു, ഇവിടത്തെ രാധേച്ചിന്റെ ഫ്രണ്ടായിരുന്നു. ഇപ്പൊ അല്ല ചേട്ടൻ പൂജയൊക്കെ പഠിച്ചു കഴിഞ്ഞോ? പിന്നെ പഠിച്ചു കഴിഞ്ഞ ഇതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യല്ല. അങ്ങനെയൊന്നും പറഞ്ഞൂടാ, ഞാൻ പഠിപ്പിച്ചു തരുമ്പോ. അല്ല ആരും ചേട്ടൻ തന്നെ പഠിച്ച, ഞാൻ പോക്കായി. അവക്ക് എന്നെ നേരാമണ്ണ് ഇത് കിട്ടുന്നില്ല. ഞാൻ എങ്ങനെ പഠിക്കാൻ പഠിച്ചോനെ? അയ്യോ ഭഗവാനെ. ഓ വന്നല്ലോ. മുമ്പിൽ കൊടിമരം പോലെ നിക്കാതെ മാറടോ അങ്ങോട്ട്. ഓ ഒരു പത്രാസുകാരി. അമ്മേ ചായ. അമ്മ തന്നെ ചായ കൊണ്ട് തരണോ ഏട്ടാ? വേണ്ട, നീ എടുത്തു തന്നാലും മതി. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താടി നിനക്ക്? എന്നാ ചായ. ആ അമ്മേ. അമ്മ അച്ഛനൊന്നല്ല, എന്നാ വേണ്ടെങ്കിലും ചായ എടുത്ത് കുടിക്ക്. അല്ല എപ്പ എത്തി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതെന്തേ? പിന്നെ അങ്ങേരെ ഭാര്യനെ ചേട്ടൻ കിട്ടുവോ? എല്ലാ അഭിയാട്ടൻ കല്യാണം കഴിച്ചതാണോ? പിന്നെ അതാണ് അതിന്റെ ഭാര്യ. രാധുവിന്റെ ഫ്രണ്ടായിരുന്നു, വളരെ കഷ്ടപ്പെട്ട് വളർച്ചതാ. ഇപ്പൊ അഭിയാട്ടിന് തോന്നിക്കാണും ഒന്നും വേണ്ടായിരുന്നു. ഓ അല്ല അതെന്തേ? പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അതുങ്ങൾക്ക് തെറ്റാൻ വലിയ കാരണമൊന്നും വേണ്ട. നമ്മൾ അതിൻ്റെ അകത്ത് തലയിടാൻ പോന്നേ. ആരും ചേട്ടിങ്ങ് വാ, പഠിക്കാലോ. പറച്ചില് കേട്ടാത്തൊന്നും സെം എക്സാമിന് പഠിക്കാനാന്ന്. ആ കടിച്ചാ പൊട്ടാത്ത പരട്ട ശ്ലോകം പഠിക്കാനല്ലേ. ഇതാ വരണു, നടക്ക്. എല്ലാട്ടത്തി ഇനി എപ്പോഴാ അടുത്ത പോക്ക്? ഇന്ത്യയുടെ കയ്യിലിരിപ്പിന് ഞാൻ എന്നേ ഇട്ടിട്ട് പോണ്ടതാ. പിന്നെ എന്തേ പോവാനേ? മനുഷ്യ കളിക്കല്ലേ എന്റെ കണ്ണ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. എല്ലാ പൊന്നുമോളെ ഫോൺ എന്തിയേ? എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അതെന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാനേ? എനിക്ക് താല്പര്യം ഇല്ലായിട്ട്. അത് എന്താ താല്പര്യം ഇല്ലാത്ത? നീ പോടാ. നീ പൊടി. ഓ വന്ന് രണ്ട് തുടങ്ങി. ഇവിടെ മറ്റുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. ഒന്ന് നിർത്തി പോകാവോ? നീ പോടാ. അഭിയേട്ടാ വാ, നമുക്ക് പോവാ. ഇപ്പൊ ഞാൻ പുറത്ത്. ഇങ്ങനെ രണ്ടെണ്ണം. ഉണ്ണി, നാളെ പൂജ തുടങ്ങണം. മേൽപ്പാട് നാളെ എത്തുന്നാ പറഞ്ഞത്. രാവിലെയോടെ പൂജ തുടങ്ങണം. ആ എന്നാ പിന്നെ നാളെ ആരും എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ വേണം. അല്ലാതെ ഇവിടെ വല്ല എച്ചു വല്ലതും ഉണ്ടോ പൂജ ചെയ്യാൻ? ആ ബെസ്റ്റ്. അപ്പൊ തമ്പുരാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് അറിയില്ലേ? എന്തോ പൂജക്കാന്നറിയാം. ഏതോ ഒരു പൂജയല്ല, രാധുവച്ചിക്ക് വേണ്ടി നടത്തുന്നതാ. അതിന്റെ ദേഹത്തിന് ബാധയുണ്ടോ? അതിനെ തന്നെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. അതണ്ടി എന്റെ പെങ്ങളെ പറഞ്ഞാലുണ്ടല്ലോ. ഓ പിന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടോ? ആരും ചേട്ടാ, ചേച്ചിക്ക് എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്, അതിനു വേണ്ടിയാ. അതൊക്കെ ഞാനെന്നാ ചെയ്യണ്ടേ? നാളെ എന്തായാലും നമ്പൂരി വരുമല്ലോ, അപ്പൊ അവര് ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ആ ശ്രമിക്കാം. പഠിച്ചോനെ കയ്യും കാലും വെറുത്തിട്ട് പാടില്ല. ആ രുദ്രമ്മാവനല്ലേ അത്? രുദ്രമ്മാവാ. ആ എന്താ ഉണ്ണെ വിളിച്ചേ? അല്ല ഈ വരുന്ന നമ്പൂതിരി ആളെങ്ങനെയാ? ഭയങ്കരനാ, എല്ലാത്തിലും അഗ്രഗണ്യനാ. ശപിച്ച ആ ശാപം ദുർവസാവിന് തുല്യ. ശുഭാഷ്. അല്ല ഈ വല്ല പൂജാരിയായിരിക്കും. എന്തായാലും എന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ശരി മോനെ, പൂജാ സാധനങ്ങൾ എത്തുന്നേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ ആയിക്കോട്ടെ. എവിടെയാ തണ്ടി വിച്ചു? വിച്ചു ആരോ വിളിച്ച പോലെ അല്ല, ഞാനാ വിളിച്ചേ. എന്താടാ? എടാ എനിക്ക് പേടിയാവുന്നടാ, എന്റെ കൈയും കാലും വറുത്തിട്ട് വയ്യ. എടാ മറ്റേ നമ്പൂതിരി എങ്ങാനും വന്നാലുണ്ടല്ലോ, എനിക്കൊരു പൂജ പോലും അറിയില്ല. ഷേ നീ ഇങ്ങനെ പേടിക്കാതെ. നമ്പൂരി വരുമ്പോ നീ സ്ലോ മോഷനിൽ കളത്തിലേക്ക് ഇരിക്കുക.
ഓം ക്രീം കുട്ടിച്ചാത്തന്നങ്ങ് പറഞ്ഞ് 2-3 തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലയങ്ങ് ആട്ടുക. പിന്നെ നമ്പൂരി ചെയ്യുന്നവരങ്ങ് ചെയ്യ. ആഹാ, എന്നിട്ട് വേണം ആര്യൻ ചേട്ടൻ അച്ഛൻ പറ്റി വെളിക്കളയാൻ. അതന്നെ, ദൈവത്തെ ഓർത്ത് കമാന്നൊരു അച്ഛനും ഉണ്ടത് പന്നി. ആര്യൻ ചേട്ടാ പേടിക്കാതെ, നമുക്ക് വല്ല വഴിയുണ്ടോ നോക്കാം. ഏട്ടാ അവരെത്തി. അച്ഛാ. ആ വന്നു, വരിക വരിക. നമസ്കാരം. ഒത്തിരി നേരായിരിക്കണു കണ്ടിട്ടില്ലേ? അതെ അതെ ഭട്ടത്തിരി, ഇതാണ് ആ കുട്ടി. ഉണ്ണികൃഷ്ണനല്ലേ? ആ മുഖസ്തുതി കണ്ടാൽ അറിയാം, അസല നമ്പൂരിക്കുട്ടി. അതെ അതെ, ഈ മോന്ത നോക്കി തന്നെ അത് പറയണം. മിണ്ടാതിരി. മൊണ്ണെ, മിണ്ടാതിരി അല്ല, വട്ടതിരി. നമ്പൂതിരിന്റെ പേര് പോലും അറിയില്ല. ഓ എന്റെ പൊന്ന മുത്തപ്പ, മിണ്ടാതിരിയുടെ പട്ടി. ഓ, രണ്ടൊന്നും മിണ്ടാതിരിക്കുക എന്തുവാ? വരിക, എന്നാ പൂജയിലോട്ട് കിടക്കാം. ഉണ്ണി വരിക. ആര്യൻ ചേട്ടാ പേടിച്ച് കൊളാക്കരുത് കേട്ടോ, പോയിട്ട് വാ. ഒന്നുമില്ലടാ, ഓം ക്രീം കുട്ടിച്ചാത്ത മതി. അവന്റെ ഒരു ഓം ക്രീം പോടാ. ശരി, ഞാൻ പോയിട്ട് വരാം. അയാനെ, ഡാ അയാനെ. എന്റെ പൊന്നു കൊച്ചാപ്പ, പെമ്പിള്ളറൊക്കെ ഉള്ളതാ. ആ മുമ്പ് അയാനെ അയാനെ വിളിക്കണ്ട്, അയാൻ എന്ന് വിളിക്കൂ. ഒരുമാതിരി പെമ്പിള്ളറെ വിളിക്കണ മാതിരി. എടാ, നിന്നെ എന്റെ ചൈത്ര കുഞ്ഞ് വയറ്റിലുള്ളപ്പേ ഞാൻ വിചാരിച്ചു നീ പെണ്ണായിരിക്കുന്നു. കിട്ടിയതോ രണ്ടും അല്ല. കൊച്ചാപ്പ ചുമ്മാ, നീ എന്റെ ചുഞ്ഞു അഞ്ചഞ്ഞ അയാനല്ലടാ. മനുഷ്യ മൊണ്ണെ. ഇതൊന്നും ഇവിടെ പന്തലിലോട്ട് നീ. എടാ ഞാനെ കല്യാണം ഉണ്ട് തോന്നുന്നു, ബാ ഉണ്ടിട്ട് പോവാ. ശരിയാന്നല്ല, പുകയിലുണ്ട്. ബാ നമുക്ക് കുറേശ്ശെ തിന്നിട്ട് പോവാ. നല്ല മണം ഉണ്ട് കേട്ടോ. ബാ. വാടാ, ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മേന്റെ വീടല്ലേ,